കേരള ബാങ്കിന് പകരം ജില്ലാ ബാങ്കുകൾ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നയം പ്രഖ്യാപിച്ചതിനു ശേഷം മുസ്ലിം ലീഗ് അഭിപ്രായം വ്യക്തമാക്കാമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ. സഹകരണ മേഖലയിൽ 3 ടയർ സംവിധാനം വേണമെന്ന നിലപാട് ഉള്ളതുകൊണ്ടാണ് മലപ്പുറം സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ലയിപ്പിച്ചതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഏറെ വൈകാതെ വിധി പറയുമെന്നും ഹമീദ് മാസ്റ്റർ പറഞ്ഞു. കേരള ബാങ്ക് രൂപീകരണം ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു. ഇനി അത് വേണോ വേണ്ടയോ എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന് അബ്ദുൽ ഹമീദ് മാസ്റ്റർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ് നമ്മളൊപ്പം ചേരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കേരള ബാങ്ക് തിരിച്ച് ജില്ലാ ബാങ്കുകളാക്കുന്നതിനെ കുറിച്ചുള്ളൊരു ആലോചന നടക്കുന്നുണ്ട് എന്നാണ് സർക്കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. സഹകരണ മന്ത്രിയാണെങ്കിലും അത്തരത്തിൽ ഒരു അനുകൂല ആലോചന ഉണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് സൂചന കിട്ടിയത്. എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ഇതിനോടുള്ളൊരു നിലപാട്? അല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന തരത്തിലുള്ള നടപടികളുമായിട്ട് സഹകരിച്ചു പോകാനല്ലേ മുസ്ലിം ലീഗിന് വ്യത്യസ്തമായിട്ട് ഈ വിഷയത്തിൽ അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഈ വിഷയത്തിൽ ഒരു സഹകരണ നയം ഗവൺമെൻറ്റേതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അത് പ്രഖ്യാപിക്കുന്ന മുറക്ക് അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ കൂടെ സഹകരിച്ചു പോകാനല്ലേ നമുക്ക് സാധിക്കുള്ളൂ. പിന്നെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാൻ ഏകദേശം 2.5 ലക്ഷം കോടി നിക്ഷേപമുള്ള ഒരു വലിയ പ്രസ്ഥാനമായിട്ട് നമ്മുടെ സമ്പദ്ഘടനത്തിൻ്റെ വലിയ പങ്ക് വഹിക്കുന്ന സർക്കാരിനെ ഏത് സമയത്തും സഹായിക്കാൻ സാധിക്കുന്നൊരു സംവിധാനം എന്നുള്ള നിലക്കാണ് ഇപ്പം നമ്മുടെ സഹകരണ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു പരിണിതഫലമാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന സഹകരണ മേഖല. ഏതൊക്കെ സന്ദർഭത്തിൽ ഈ സഹകരണ മേഖലയ്ക്ക് ക്രൈസിസ് നേരിട്ടുണ്ടോ ആ സന്ദർഭത്തിലൊക്കെ അവിടെ പ്രതിപക്ഷമെന്നോ ഭരണകക്ഷി എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ജോയിൻ്റായിട്ട് നിന്നിട്ടാണ് അത്തരം ക്രൈസിസിനൊക്കെ നമുക്ക് അതിജീവിച്ചത്. അപ്പോൾ ഗവൺമെൻറ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പോളിസിയിൽ ചേഞ്ച് ഉണ്ടാവും, ഉറപ്പാണല്ലോ. ഇപ്പോൾ കേരള ബാങ്ക് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ 2 ടയർ സിസ്റ്റമാണ്, നേരത്തെ 3 ടയർ സിസ്റ്റമായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ അതിൻ്റെ കൂടെ മുസ്ലിം ലീഗ് നിൽക്കാൻ പറ്റും. മുസ്ലിം ലീഗ് കാര്യത്തിൽ വ്യത്യസ്തമായിട്ട് അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കേരള ബാങ്കുമായി ബന്ധപ്പെട്ടത് വന്നപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് കേരള ബാങ്കിൽ ലയിച്ചിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും കോടതി വിധിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ഭാഗമായിരിക്കുന്നത് പിന്നെ മലപ്പുറം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും. ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. ആ കേസിൻ്റെ അന്തിമ വിധിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അത് വരുന്ന മുറക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം ഇക്കാര്യത്തിൽ ഈ പിന്നെ മലപ്പുറം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസ് തീരുമാനമായതിനു ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞങ്ങൾ റീച്ചില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.